ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ എൻ്റെ വീടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ വീടല്ല, നാട്ടിലത്തെ വീടൊന്ന് കണ്ടിട്ട് തരാം നമുക്ക്. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളൊരു ചെറിയൊരു കോളനിയിലാണ് നാട്ടിൽ താമസിക്കുന്നത്. കൽഹാരം എന്നാണ് ഞങ്ങളുടെ വീടിൻ്റെ പേര്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇത് ജസ്റ്റ് ചെറിയൊരു സിറ്റ് ഔട്ടാണ്. ഇത് സൈഡിൽ തന്നെ ഗാർഡൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, കാരണം നമ്മളിവിടെ സ്ഥിരമായി താമസിക്കാത്തതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഗാർഡനായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നോർമലായിട്ട് നമ്മുടെ റോസും തെച്ചി അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ അമ്മ വെക്കുന്നതാണ്. അതിൽ നിറയെ പൂക്കളൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. കൊങ്ങർലി അങ്ങനത്തെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കാണാം. ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഹാളാണ്, സിറ്റിംഗ് ഏരിയ പോലെ. ഞങ്ങളിവിടെ താമസിക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻറ്റീരിയർ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ദിവാൻ കം സോഫയാണ്, അത് കിടക്കാനും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ TV സ്റ്റാൻഡുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയയാണ് ഇത്. ഇതിനോട് തന്നെ ചേർന്നിട്ടാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഞങ്ങളിവിടെ സ്ഥിരമായി താമസിക്കാത്തതുകൊണ്ട് തന്നെ ഫുൾ ഇൻറ്റീരിയറായിട്ട് എല്ലാം ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ദൈവത്തിന് വെക്കാനുള്ളൊരു സ്പേസ്. ഞാൻ ബിൽട്ടിനായിട്ട് തന്നെ, ബിൽട്ടിനല്ല, ചുമരിനോട് ചേർന്നിട്ട് പിന്നീട് ഇത് ചെയ്ത് എടുപ്പിച്ചതാണ് കേട്ടോ. ഇവിടെ തന്നെ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് തന്നെ ഒരു ഡ്രോ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രോയും കൂടി അതിലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. ഇതൊക്കെ നമ്മുടെ പുസ്തകങ്ങളാണ് കേട്ടോ. അങ്ങനെയുള്ള പുസ്തകങ്ങൾ, വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ വെക്കാം. പിന്നെ അത് ഇപ്പുറത്തുള്ളതിൽ നമുക്ക് എണ്ണ, പൂജര സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഡ്രോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പഴയൊരു TV സ്റ്റാൻഡിനെ അമ്മ നമ്മുടെ തന്നെ ബുക്ക് ഷെൽഫാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ തന്നെ. ഇതേമാതിരി ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ. 4 സീറ്ററാണ്, വേണമെങ്കിൽ 6 സീറ്ററായിട്ടും യൂസ് ചെയ്യാം. ഇത് നമ്മളുടെ വാഷ് ബേസിൻ ഏരിയ ആണ്. വാഷ് ബേസിൻ ഏരിയയോടുകൂടി തന്നെ ചേർന്നിട്ട് തന്നെ ഒരു ക്രോക്കറി ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ചുമരിനോട് ചേർന്നിട്ട് തന്നെയാണ് മാക്സിമം നമ്മൾ സ്റ്റോറേജ് സ്പേസസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വീട്ടിൽ മിക്കവാറും എല്ലാം ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ഫിനിഷിലായിരിക്കും കൊടുത്തത്. തീം അങ്ങനെയാണ് ചെയ്തത്. എല്ലാവിടെയും മാക്സിമം സ്റ്റോറേജ് സ്പേസസ് ആയിട്ട് തന്നെ ഇപ്പം നമ്മുടെ വാഷ് ബേസിൻ്റെ താഴെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ വെക്കണമെങ്കിൽ, അപ്പോൾ അടുക്കള ഞങ്ങളുടെ കുറച്ച് ചെറുതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എല്ലാ സ്ഥലത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു വലിയൊരു മിററും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഹാളിനോട് ചേർന്ന് തന്നെയാണ്, നേരിട്ടാണ് കിച്ചണും വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ഈ ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്ന ഏരിയ, ഡൈനിങ് ഹാളിലൂടെയാണ് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ താഴെ തന്നെ ഒരു ബാത്റൂമുണ്ട്. ചെറിയൊരു ബാത്റൂമാണ് അവിടെ. ജസ്റ്റ് ഒരു ക്ലോസറ്റും വാഷ് ബേസിനും അത്യാവശ്യം വന്ന് നമുക്കിവിടെ കുളിക്കുകയും ചെയ്യാം. ഇതൊരു കോമൺ വാഷ്റൂമാണ്, താഴത്ത് മാത്രമാണ് ഒരു കോമൺ വാഷ്റൂം ഉള്ളത്. ഇനി ഇതിനോട് ചേർന്ന് നമ്മുടെ ആ സ്റ്റെയർസിൻ്റെ താഴെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസസും കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം സാധനങ്ങളെല്ലാം നമ്മൾ പുറത്ത് കാണാത്ത വിധത്തിൽ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്റ്റോറേജ് സ്പേസസും കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ലെയറായിട്ട് ഞാനൊരു 2-3 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നമ്മുടെ സ്ക്രൂ ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ പാകത്തിലും, ഒരു സൈഡ് ഫുൾ നമ്മുടെ ഗ്യാസൊക്കെ ഉള്ളിൽ വെക്കാനുമാണ്. ഇവിടുന്ന് നമുക്ക് നേരെ മുകളിലാണ് 2 റൂമുള്ളത്. നമുക്ക് താഴെയുള്ള ഒരു റൂമും കൂടി നോക്കാം. ഇത് ആക്ച്വലി ഒരു 2 ബെഡ്റൂം ഹാൾ കിച്ചണുള്ള ഒരു വീടായിരുന്നു. അത് പിന്നീട് നമ്മൾ റെനോവേറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്കൊക്കെ എടുത്തത്. ഇപ്പം ഇതാ നമ്മളപ്പോൾ താഴത്ത് ഇപ്പോൾ ഒരു റൂമേ ഉള്ളൂ. ഈ റൂമിന് നമ്മുടെ ഡൈനിങ് ടേബിളിനോട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ റൂം. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ ഇപ്പോൾ അമ്മയും അച്ഛനൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ 2 ബെഡ് അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒക്കെ അവർക്ക് ഹെൽപ്പിന് വേണമെങ്കിലോ അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കിടക്കുകയും ചെയ്യാം. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഒരു ഫുള്ളായിട്ട് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ മൾട്ടിവുഡിൽ ചെയ്തതാണ്. ഇത് ഇതിൻ്റെ
വാളിൻ്റെ ഏറ്റവും ടോപ്പ് വരെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പെട്ടി സാധനങ്ങൾ ഒക്കെ മുകളിലേക്ക് വെക്കാനും പറ്റും. ഇവിടെയും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെൻറ്റിലേഷൻ മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ തന്നെ ഒരു ബാത്റൂം ഇതിനോട് സൈഡ് ചേർന്ന് ഈ വാർഡ്രോബിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ബാത്റൂം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. മാക്സിമം സംഭവങ്ങൾ നമ്മൾ ബിൽറ്റിനായിട്ട് തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് സേവ് ചെയ്യാമല്ലോ എന്നുള്ളതിൽ. ഇനി നമുക്ക് പുറത്തേക്ക് പോയി നമുക്ക് ബാക്കി കാണാം. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ ഹാളിനോട് തന്നെ ചേർന്നിട്ട് തന്നെയാണ്. ഒരു മോഡുലാർ കിച്ചൺ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യിച്ചിരിക്കുന്നത്. നല്ല ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഇത് സ്റ്റീൽ കൊണ്ടുള്ളതാണ് കേട്ടോ വർക്കെല്ലാം. ഒരു ഹുഡും ഹോബും നമ്മൾ വെപ്പിച്ചിട്ടുണ്ട്. എല്ലാം ബിൽറ്റിൻ തന്നെയായിട്ട് തന്നെ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. നമ്മളിതെല്ലാം സ്റ്റീലിലാണ് വർക്ക് ചെയ്യിപ്പിച്ചത്. കാരണം നമ്മളിവിടെ തന്നെ ഇല്ലാത്തത് കൊണ്ടും ചെതല് പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു സിങ്ക് ഉണ്ട്, ചേർന്ന് തന്നെ ഒരു ഫ്രിഡ്ജും കൂടി ചെയ്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ വർക്കായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതെല്ലാം തന്നെ ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ പുറത്തേക്ക് കിടക്കുന്നു കഴിഞ്ഞാൽ ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ഒരുപാട് സ്പേഷ്യസ് അല്ല ഞങ്ങളുടെ സ്പേസ്. ഇതൊരു കുറച്ച് സ്ഥലത്താണ് വീടുള്ളത്. ഇവിടെയാണ് പകലൊക്കെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഉണക്കാം. അത് കഴിഞ്ഞിട്ട് കിച്ചണിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയാൽ മതി. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആകുമ്പോൾ. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്പേസ്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ സൈഡിൽ കുറച്ച് ചെടികളൊക്കെ അമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വേപ്പും സീതാരങ്ങ, വേപ്പ്, കുറച്ച് കൂവ, ഇതൊക്കെ അമ്മയുടെ പരിപാടികളാണ്. പിന്നെ ഒരു അവക്കാഡോൻ്റെ ഒരു മരം വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ നിന്ന് വരുമ്പോൾ ദുബായിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന അവക്കാഡോനെ കുഴിച്ചിട്ടതാട്ടോ. അപ്പോൾ ഇങ്ങനെ കായ വരുമെന്നൊന്നും അറിയില്ല, ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു അവക്കാഡോൻ്റെ ചെടിയുണ്ട്. ഇവിടെ പിന്നെ ഒരു ചാമ്പയ്ക്ക, നല്ല സ്പേസിൽ കുറേ ഉണ്ട് കേട്ടോ. കരിന്തളസി, അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരു കുരുമുളക്, കുറ്റിക്കുരുമുളകിൻ്റെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുകളിലേക്ക് പോകാം. ഹാളിൽ നിന്ന് തന്നെയാണ് ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയേഴ്സ്. ഇവിടെ ഫുൾ ലെങ്ത്തിൽ ഇതേമാതിരി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. 2 നിഷും കൊടുത്തിട്ടുണ്ട്. നിഷിൽ ആക്ച്വലി നല്ല ഫ്ലവർ വേസൊക്കെ വെക്കണമെന്നാണ്, ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. പക്ഷേ നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, പൊടി പിടിച്ച് കിടക്കണ്ട വെച്ചിട്ട്. കയറിയ ഉടനെ തന്നെയാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു ബെഡ്റൂം, കിഡ്സ് റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. കിഡ്സ് ഒന്നുമില്ല, അത്യാവശ്യം കുറച്ച് ചെറുതാണെന്ന് മാത്രം മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ. അവിടെ ഇതേമാതിരി ഒരു കട്ടിലിട്ടിട്ടുണ്ട്. ഫുൾ വിൻഡോസാണ് എല്ലാവിടെയും നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചം കൂടുതലായിട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇതിനോട് തന്നെ ചേർന്നിട്ടൊരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ മൾട്ടിവുഡിൽ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡ്രോവും ചെറിയൊരു അത്യാവശ്യം കബോർഡും വെക്കാനായിട്ട്. ഇവിടെ വേറൊരു കബോർഡ് വെക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ്ങിന് വേണ്ടി മിറർ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിൽ തന്നെ മിറർ ഫുൾ ലെങ്ത്തിൽ വെപ്പിച്ചിരിക്കുകയാണ്. ഒരു സാധാരണ ഒരു ബാത്റൂം, ക്ലോസറ്റും വാഷ്റൂമുമായിട്ട് നമ്മളെവിടെയും ബാത്ത് ടബും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ട് ഒരു ഇത് കൊടുത്തതാണ്. നമ്മളെല്ലാറ്റിനും വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്തത്. സ്ക്വയർ ടൈപ്പ് വാഷ് ബേസിനാണ് ഉപയോഗിച്ചത്. പിന്നെ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇനി ഈ റൂമിൽ നിന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി ഇത് നമ്മുടെ വലിയൊരു ഹാളാണ്. ജസ്റ്റ് വലുതല്ല, ആവശ്യത്തിനുള്ള മുകളിലുള്ള ഹാളാണിത്. ഹാളിനോട് തന്നെ ചേർന്നിട്ട് ചെറിയൊരു ബെഡ് പോലെ ഞങ്ങളിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പിള്ളേർക്ക് ഇവിടെ ഇരിക്കാനോ നമുക്ക് സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഹാള് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നീട് സോഫയോ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ഇനി ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ഇട്ടുണ്ട്. അത്യാവശ്യം സ്റ്റഡി ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ ജസ്റ്റ് ലാപ്ടോപ്പൊക്കെ വെക്കാനും പാകത്തിൽ അവിടെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഇത് നമുക്കിവിടെ നിന്ന് പുറത്തേക്കുള്ള ബാൽക്കണിയാണ്, വർക്ക് ഏരിയയിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇതിനോട് ചേർന്ന് നമ്മുടെ താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം ഇതിൽ തന്നെ മുകളിലൊരു മാസ്റ്റർ ബെഡ്റൂമുണ്ട്. ഇവിടെ ജസ്റ്റ് കട്ടിലിട്ടിട്ടുണ്ട്.
പിന്നെ താഴത്തെ പോലെ തന്നെ സെയിം ആയിട്ട് മുകൾ വരെ ഒരു വാർഡ്രോബും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിലാണ് നമ്മളിവിടെയും വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതിൽ നമ്മൾ ഏകദേശം എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതും വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റും ഒരു വാഷ് ബേസിനുമാണ് കൊടുത്തത്. കുറച്ച് വലിപ്പമുള്ള ഒരു ടൈപ്പ് വാഷ്റൂമാണ്. ഇത് നമ്മൾ നെറ്റ് ഇട്ടതാണ്. അപ്പോൾ നെറ്റ് ഇട്ടപ്പോൾ അവിടെ ഒരു ഇത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെയും മാക്സിമം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നെറ്റ് ഇല്ലെങ്കിൽ കൊതുവിൻ്റെ ശല്യം നമുക്ക് കൂടുതൽ വേണ്ട വെച്ചിട്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടി കാണാം. ഇവിടുന്ന് ഇതേമാതിരി നല്ല കാറ്റൊക്കെ കിട്ടട്ടോ. ഇവിടുത്തെ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഹാളിലെ ബാക്കി നോക്കാം. ഹാളിൽ നിന്ന് നമ്മളുടെ ഫ്രണ്ട് സൈഡിലേക്കുള്ള ബാൽക്കണിയിലേക്കുള്ളതാണ് ഇത്. ഫ്രണ്ട് ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇരിക്കാനുള്ള ഒരു ലിവിങ് സ്പേസ് മാതിരിയാണ് ഇത് അടച്ചത്. ഇങ്ങനെ പരകോളം വെച്ചിട്ട് ഇവിടെ ഒരു ലിവിങ് സ്പേസാണ്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു 2 ബെഞ്ചൊക്കെ ഇട്ട് അങ്ങനെ ഒരു ചായ കുടിക്കുക, മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഇവിടെ ഇരുന്നിട്ട് കാണാം. നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാം. ഇവിടെ താഴത്തിരിക്കാൻ വേണമെങ്കിൽ, അതല്ലാതെ നമുക്കവിടെ അതൊക്കെ ഇട്ട് നമുക്ക് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം നമ്മുടെ ഇതായിട്ടുള്ളൊരു സ്പേസിൽ. ഈ പ്ലാൻ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു കേട്ടോ. ഫ്രണ്ട് തന്നെ ചെയ്തൊരു പ്ലാനാണ് ഇത്. ഇനി ഇവിടെ നിന്ന് അപ്പുറത്തുള്ളത് ബാക്കിലോട്ടുള്ള വർക്ക് ഏരിയ ആണ് ഇത്. ഇതൊരു ചെറിയൊരു സ്പേസാണ്. നമ്മുടെ ജസ്റ്റ് ഒരു വാഷിംഗ് മെഷീനും അത്യാവശ്യം ഡ്രൈയിങ് സ്റ്റാൻഡും മാത്രം വെക്കാനുള്ള ഒരു സ്പേസാണ്. ഇവിടുന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇതേമാതിരി ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ. ഇത് മുകളിലേക്കുള്ള പോകാനുള്ള വഴിയാണ്. നമുക്ക് ഇതിലൂടെയാണ് ടെറസിലേക്കുള്ള വഴി. നമ്മൾ ഈ വീട്ടിൽ മാക്സിമം ഉള്ള സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എല്ലാം സ്റ്റോറേജ് സ്പേസ് ആയാലും പുറത്തേക്കൊന്നും കാണാത്ത വിധത്തിൽ മാക്സിമം ഉള്ളിലേക്ക് വയ്ക്കാനുള്ള രീതിയിലാണ് ചെയ്തത്. പിന്നെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ സ്പീഡ് കുറച്ചും കൂടി ഫോഴ്സ് കിട്ടാൻ വേണ്ടി മുകളിലാണ് ടാങ്ക് വെച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു സോളാർ വാട്ടർ ഹീറ്ററും ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാട്ടോ. നമ്മുടെ മലമ്പുഴയുടെ ആ ഭാഗത്തുള്ള മലകളും ബാക്കിയുള്ളതൊക്കെ ഇവിടെ നിന്ന് നല്ല രസമാണ്. പശ്ചിമഘട്ടം ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ്, പാലക്കാടായതുകൊണ്ട് തന്നെ കുറച്ച് പച്ചപ്പൊക്കെ നല്ലോണം നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ചുറ്റും വീടുകളിലൊരു സ്ഥലമാണ്. ടൗണിൽ തന്നെയാണെങ്കിലും ടൗണിൽ നിന്ന് കുറച്ച് മാറി അധികം പൊല്യൂഷനൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ഹോം ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു.